ഹായ് ഫ്രണ്ട്സ്, ജയ്ടെക്കിൻ്റെ പുതിയ വീട്ടിലേക്ക് അവർക്ക് സ്വാഗതം. ഇന്ന് നമ്മൾ നോക്കാൻ പോകുന്നത് കുപ്പി കൊണ്ട് എങ്ങനെ ഒരു ടോർച്ച് നിർമ്മിക്കാം എന്നാണ് നമ്മൾ നോക്കാൻ പോകുന്നത്. ഇത് വളരെ സിമ്പിളായ രീതിയിലാണ് നമ്മളിന്ന് ചെയ്യാൻ പോകുന്നത്. എല്ലാവരും എൻ്റെ വീഡിയോ കണ്ടു നോക്കുക. ഇതിനായിട്ട് ഒരു മാനുവോൾട്ടിൻ്റെ ബാറ്ററി, ഒരു കുപ്പി, ഒരു അടപ്പും വേണം. പിന്നെ ഒരു പെപ്സിയുടെ ക്യാൻ, പിന്നെ കണക്ടർ ബാറ്ററി ആയിട്ട് കണക്ട് ചെയ്യാം, പിന്നെ ഒരു LED, പിന്നെ ടേപ്പ് വേണം, സ്വിച്ച്. നമുക്ക് ആദ്യമായി ഒരു കുപ്പി എടുക്കണം. കുപ്പിയുടെ മേൽഭാഗം നമുക്ക് കട്ട് ചെയ്ത് മാറ്റണം ഇതുപോലെ. അതുപോലെ തന്നെ അതിൻ്റെ അടിഭാഗവും നമുക്ക് കട്ട് ചെയ്ത് മാറ്റണം. കുപ്പി ഇതുപോലെ നമുക്ക് ആ ഭാഗം മാത്രമാക്കി എടുത്ത് അത് മുറിച്ചെടുത്തിരിക്കുന്നു. നമുക്ക് എന്നിട്ട് അത് ചുരുട്ടി ചെറിയ കുഴൽ പോലെ ആക്കി എടുക്കാം. എന്നിട്ട് നമുക്കത് സെല്ലോ ടേപ്പ് കൊണ്ട് നല്ലോണം ഒട്ടിച്ചെടുക്കാം. ഇത് കഴിഞ്ഞ് നമുക്ക് സ്വിച്ച് ഇറക്കി വയ്ക്കുന്നതിന് വേണ്ടിയിട്ട് 2 ഹോൾ ഇടണം. സ്വിച്ചിൻ്റെ ആ 2 ലെഗുകൾ ഇറക്കി വയ്ക്കുന്നതിന് നമുക്കൊരു 2 ഹോളിൻ്റെ ആവശ്യമുണ്ട്. എന്നിട്ട് ഇതുപോലെ 2 ഹോൾ ഇടുക. നമ്മളിത് ഈ സ്വിച്ചാണ് ഉപയോഗിക്കുന്നത്. സ്വിച്ചിൻ്റെ ലെഗിൻ്റെ 2 ഭാഗങ്ങളിലും നമ്മൾ വയർ കൊടുത്തു കഴിഞ്ഞ് ഇനി 1 ലെഗിലെ വയർ നമുക്ക് ബാറ്ററിയിലേക്ക് കൊടുക്കുന്നതിന് വേണ്ടി പുറകിലേക്കും മറ്റേ ലെഗിലെ മറ്റേ ഹോളിൽ കൂടെ ഫ്രണ്ടിലേക്ക് വിട്ടു കൊടുക്കാം. എന്നിട്ട് നമുക്ക് ബാറ്ററിയുടെ കണക്ടറിൽ നിന്ന് എടുത്ത് അതിൻ്റെ പ്ലസ് എടുത്ത് നമുക്ക് ഇതിലേക്ക് സോൾഡ് ചെയ്ത് കൊടുക്കണം. ഇതുപോലെ നല്ലോണം സോൾഡ് ചെയ്ത് പിടിപ്പിക്കണം ബാറ്ററിയുടെ കണക്ടറിൻ്റെ പ്ലസ്സിലേക്ക്. ആ പ്ലസ്സിൽ കൂടി വന്ന ലൈനാണ് നമുക്ക് പ്രധാനമായിട്ട് സ്വിച്ചിൽ വേണ്ടത്. ഇനി നമുക്ക് ബാറ്ററിയുടെ മൈനസായ കറുപ്പ് വയർ പുറത്തേക്ക് വലിച്ചിട്ടിട്ട് ഒരു അടപ്പെടുത്തിട്ട് നമുക്ക് ആ അടപ്പിന് 2 ഹോൾ ഇടണം. ആ ഹോളിൽ കൂടി ഈ വയറിട്ടിട്ട് അടപ്പ് വയ്ക്കുമ്പോൾ പ്രത്യേകം ശ്രദ്ധിക്കണം. തല തിരിച്ച് വേണം വയ്ക്കാൻ. എന്ന് പറഞ്ഞാൽ കമത്തി വയ്ക്കരുത്. എന്തിനാന്ന് വെച്ചാൽ കുപ്പിയുടെ മറ്റേ വായ്ഭാഗം നമ്മൾ മുറിച്ചെടുത്തത് ഇതിൻ്റെ ടോർച്ചിൻ്റെ തലയായിട്ട് നമുക്ക് വയ്ക്കാനുള്ളതാണ്. ഇതുപോലെ ഇപ്പോൾ കാണിച്ചു തരാം. ഇതുപോലെ നമുക്ക് സാധാരണ നമുക്ക് നമ്മുടെ വീട്ടിലുള്ള ചൈന ടോർച്ചൊക്കെ തുറക്കണ പോലെ നമുക്ക് അതിൻ്റെ തല തുറന്നെടുക്കാനൊക്കെ പറ്റും. ഇങ്ങനെ വച്ച് കഴിഞ്ഞാൽ എന്തെങ്കിലും കുഴപ്പമുണ്ടെങ്കിൽ നമുക്ക് റിപ്പയർ ചെയ്യാനൊക്കെ എളുപ്പമായിരിക്കും ഇങ്ങനെ ചെയ്താൽ. പിന്നെ നമുക്ക് ആ LED സോൾഡ് ചെയ്ത് കൊടുക്കാൻ 2 വയറും പ്ലസും മൈനസും നോക്കി വേണം സോൾഡ് ചെയ്യാൻ. LED കൃത്യം പ്ലസും മൈനസും നോക്കി ചെയ്തില്ല LED വർക്ക് ചെയ്യില്ല. എന്നിട്ട് നമുക്ക് ആ ബാറ്ററിയിലേക്ക് കണക്ടർ കൊടുത്ത് നോക്കാം. അതേ നമ്മുടെ സാധനം നല്ലോണം തെളിയുന്നുണ്ട്, നല്ലോണം LED പ്രകാശിക്കുന്നു. ഇനി നമുക്ക് വേറൊരു അടപ്പെടുത്ത് അതിൻ്റെ പുറകു ഭാഗം അടച്ച് ഇനി നമുക്ക് ഇതൊന്ന് കവർ ചെയ്യുന്നതിന് വേണ്ടിയിട്ട് നമുക്ക് ടേപ്പ് ഉപയോഗിച്ച് നല്ലോണം ചുറ്റിയെടുത്ത് ഇനി ടോർച്ചിൻ്റെ റിഫ്ലക്ടറിന് വേണ്ടിയിട്ട് നമുക്ക് ഈ പെപ്സി കുപ്പിയുടെ ഷീറ്റ് നമുക്ക് ആവശ്യമുണ്ട്. അതിന് വേണ്ടിയിട്ട് പെപ്സി കുപ്പി നല്ലോണം നമുക്ക് മുറിച്ചെടുക്കണം. ഇതുപോലെ മുറിച്ചെടുത്ത് ഒരു ഷീറ്റ് രൂപത്തിൽ ആക്കിയെടുക്കണം. എന്നിട്ട് നമുക്കത് വൃത്താകൃതിയിൽ മുറിച്ചെടുക്കേണ്ടതുണ്ട്. ഇതുപോലെ നമുക്ക് വൃത്താകൃതിയിൽ മുറിച്ചെടുക്കണം. ഇതുപോലെ എന്നിട്ട് നമുക്കതൊന്ന് വളച്ച് വയ്ക്കുന്നതിന് വേണ്ടിയിട്ട് നമുക്ക് നടുവ് വരെ നമുക്കൊന്ന് ചെത്തിക്കൊടുക്കണം. എന്നിട്ട് അത് നമ്മൾ മടക്കി വെച്ചാൽ മതി. മടക്കി വെച്ച് കഴിയുമ്പോൾ നമുക്കൊരു ചെറിയ ഇതുപോലെ കിട്ടും. എന്നിട്ട് നമുക്ക് അതിൻ്റെ മൂല നല്ലോണം ഒട്ടിച്ചു കൊടുക്കണം. കൈയൊന്നും കീറാതെ നമ്മൾ സൂക്ഷിച്ച് വേണം ഇത് മുറിക്കുമ്പോഴും ഇത് ഒട്ടിക്കുമ്പോഴൊക്കെ നോക്കണം.
അതുപോലെ തന്നെ ഇതിൻ്റെ മൂല നമുക്ക് ചെത്തിക്കളഞ്ഞിട്ട് അവിടെയാണ് നമ്മളിതിൻ്റെ ബൾബ് സെറ്റ് ചെയ്ത് വയ്ക്കാൻ പോകുന്നത്. അതുകൊണ്ട് നമുക്ക് ആ മൂല ചെത്തിക്കളഞ്ഞിട്ട് അവിടെ ചെറിയൊരു ഹോൾ ഇട്ട് കൊടുക്കേണ്ട ആവശ്യമുണ്ട്. ഇതുപോലെ LED വെച്ച് നമ്മളവിടെ സെറ്റ് ചെയ്ത് ഒട്ടിച്ചു കൊടുക്കണം. അതിന് വേണ്ട നമുക്ക് ഗ്ലൂ ഉപയോഗിക്കുക, അല്ലെങ്കിൽ ഇതുപോലെ ടേപ്പ് ഉപയോഗിച്ച് നല്ലോണം നമുക്ക് ഒട്ടിച്ചു കൊടുക്കാം. നമ്മൾ ആദ്യം കണ്ട കുപ്പിയിൽ ഹോളിടാൻ നിങ്ങൾക്ക് സോൾഡറിങ്ങാണ് ഇല്ലെങ്കിൽ നിങ്ങൾ ഒരു കമ്പി ഇതെല്ലാം ചൂടാക്കി നമുക്ക് തുളയിടാവുന്നതാണ്. മുറിച്ചാൽ ചിലപ്പോൾ അത് പ്രശ്നമാവും, കുപ്പി കീറിയൊക്കെ പോകാൻ ചാൻസ് ഉണ്ട്. ഇനി നമുക്ക് അതെടുത്ത് ടോർച്ചിൻ്റെ അകത്തേക്ക് വെച്ച് സെറ്റ് ചെയ്ത് കൊടുക്കാം. നമുക്കൊന്ന് ചുറ്റും കവർ ചെയ്യാം. നമ്മുടെ കൈ കീറാതിരിക്കാൻ നമുക്ക് സെല്ലോ ടേപ്പ് ഉപയോഗിച്ച് നല്ലോണം അതിൻ്റെ ചുറ്റും കവർ ചെയ്ത് കൊടുക്കാം. ഇപ്പോൾ നമ്മുടെ ടോർച്ചിൻ്റെ പണി പൂർത്തിയായിക്കൊണ്ടിരിക്കുകയാണ്. നമുക്കൊന്ന് കവർ ചെയ്ത് കൊടുക്കാം നല്ലോണം. നമ്മുടെ ടോർച്ചിൻ്റെ പണി തീർന്നു. നല്ല പ്രകാശമൊക്കെ ഉണ്ട്, നല്ല പ്രകാശമുണ്ട്. നമ്മളിന്ന് കണ്ട ഈ വീഡിയോ, ടോർച്ചിൻ്റെ വീഡിയോ, നിങ്ങൾക്ക് ഏറെ ഉപകാരപ്രദമായിരിക്കുമെന്ന് ഞാൻ വിശ്വസിക്കുന്നു. എൻ്റെ വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ നിങ്ങൾ ലൈക്ക് ചെയ്യണം. അതുപോലെ തന്നെ എൻ്റെ ഈ വീഡിയോയുടെ അഭിപ്രായങ്ങൾ നിങ്ങൾ കമൻറ്റ് ചെയ്യാൻ മറക്കരുത്. അതുപോലെ തന്നെ എൻ്റെ ഇതുപോലുള്ള ടെക് വീഡിയോസ് കിട്ടുന്നതിന് നിങ്ങൾ എൻ്റെ ചാനൽ നിങ്ങൾ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുത്. ബെല്ലൈക്കണിൽ ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ എൻ്റെ ഓരോ വീഡിയോയും അപ്പോൾ തന്നെ നിങ്ങൾക്ക് ലഭിക്കുന്നതാണ്. ഇറ്റ്സ് മീ ജേർഷൻ ജെ സൈനിങ് ഔട്ട്. നിങ്ങളുടെ സ്ക്രീനിൽ നിന്ന് മാറി ആ ഹാൻഡിലിന്റെ ഇടതുവശത്ത് ഒരു 6 ഇഞ്ച് നീങ്ങി ഒരു ചുവന്ന സ്വിച്ച് കാണുന്നുണ്ടോ?